ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, പക്ഷെ അതിന് തീരെ വ്യൂസ് ഇല്ല. എന്നാൽ മറ്റ് ചാനലുകളിൽ നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ചെയ്താലും നല്ല വ്യൂസ് ഉണ്ടാവും. ഈ ഒരു രീതിയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, വ്യൂസ് ഇല്ല. എന്നാൽ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിലും ക്വാളിറ്റി കുറഞ്ഞ വീഡിയോക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ഇടുന്നു, അതിന് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞു. മറ്റുള്ളവര് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ചെയ്തിട്ടും വ്യൂസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ ആ ക്വാളിറ്റി അളക്കുന്നത് ആരാണ്? നമ്മളൊരു മീറ്റർ വെച്ചിട്ട് ഇത് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചല്ലോ. അവിടെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക്. അതായത് എന്റെ വീഡിയോ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഞാനാണ് തീരുമാനിച്ചത്. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് സമയം എഡിറ്റിങ്ങിനും ഇതിനൊക്കെ ചെലവഴിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് എന്റെ വീഡിയോ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ വിലയിരുത്തുകയാണ്. പക്ഷെ നമ്മുടെ ഓഡിയൻസിന് അങ്ങനെയല്ല. ഓഡിയൻസിന് ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെ എന്റർടൈൻ ചെയ്യിപ്പിച്ചത് മറ്റേ വീഡിയോ ആയിരിക്കും. അപ്പൊ അവരത് കൂടുതൽ കാണുന്നുണ്ടായിരിക്കും. അതിന് ആ വീഡിയോക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതലുള്ളതുകൊണ്ട് യൂട്യൂബ് അത് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പറ്റുന്ന ആദ്യത്തെ മിസ്റ്റേക്ക്, എന്റെ വീഡിയോ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തുന്നതിലായിരിക്കും ഒരു പക്ഷെ നമ്മൾ ആദ്യത്തെ മിസ്റ്റേക്ക്. നമ്മൾ എത്ര ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ ഓഡിയൻസ് ആണ് അത് തീരുമാനിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടാലേ കാര്യമുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു മിസ്റ്റേക്ക്, നമ്മുടെ വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തുന്നതിലായിരിക്കും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. നമ്മൾ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു വിലയിരുത്തൽ ശരിയാണ്. നമ്മൾ നന്നായിട്ട് നല്ല വീഡിയോസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ അതിന് വ്യൂസ് ഇല്ല, മറ്റുള്ള വീഡിയോക്ക് വ്യൂസ് ഉണ്ട്. അത് സംഭവിക്കുന്ന മറ്റൊരു കേസ് ഉണ്ടാവലുണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഏത് ടൈപ്പ് ഓഡിയൻസ് ആണ് എനിക്കുള്ളത്, അതിന് വിപരീതമായിട്ടുള്ള വീഡിയോസ് ചെയ്ത് നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഓഡിയൻസ് വേറെയാണ്. അവരിലേക്ക് നമ്മളിത് ഈ ഒരു സബ്ജക്ട് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണണമെന്നില്ല. നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ആയിരിക്കും, നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിലേക്കായിരിക്കില്ല നമ്മളെ വീഡിയോ ചെല്ലുന്നുണ്ടാവുക. പക്ഷെ മറ്റേ ചാനലിൽ ഇതേപോലത്തെ ഇതിലും ക്വാളിറ്റി കുറവുള്ള വീഡിയോ ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ എന്താണ്, അത് ഇഷ്ടപ്പെടുന്ന ഒരു തരം ഓഡിയൻസ്, ഓർഗാനിക് ഓഡിയൻസ് ആയിരിക്കാം അതിലുണ്ടായിരിക്കുക. അപ്പൊ അവരുടെ ടേസ്റ്റിനോട് കുറച്ചെങ്കിലും എന്താ പറയാ, നീതി പുലർത്തുന്ന ഒരു വീഡിയോ ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൽ ക്ലിക്ക് ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരിക്കും, വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളെ ഓഡിയൻസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റോങ് ആയിരിക്കും. അത് ആ ടൈപ്പ് ഓഡിയൻസ് ആയിരിക്കില്ല. ഇവിടെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ സബ് ഫോർ സബ് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങിച്ചെടുക്കുന്നുണ്ട്, വാച്ച് ടൈം വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഇവിടേക്കുള്ള മെയിൻ മിസ്റ്റേക്ക് ഇതാണ്. നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കൂട്ടല്ല അപ്പുറത്തുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു 1000-2000 സബ്സ്ക്രൈബേഴ്സിന് ഇപ്പൊ ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നു, ഒരാളെ കൊണ്ട് സബ് ചെയ്യിപ്പിക്കുന്നു, 1000 പേരെ കൊണ്ട് ഞാൻ സബ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത വീഡിയോ അവരിലേക്ക് നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷൻ ചെന്ന് കഴിഞ്ഞാൽ അവർ കാണുമോ? ഇല്ല. ഈ ഒരു അൽഗോരിതം അവിടെ വർക്ക് ആവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചാനലിനും ഈ ഒരു കേസ് സംഭവിക്കാം. മാത്രമല്ല, ചില ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവർ പ്രോപ്പർ ആയിട്ട് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷന് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി അവർക്ക് നല്ല വ്യൂസ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്, അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ തന്നെ അവർ ആ ഒരു വീഡിയോ നല്ല തംബ്നെയിൽ, നല്ല ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും റെക്കമെൻഡിൽ കയറിയിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ ബൂസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വിലയിരുത്തുന്നത് എന്താണ്, ഞാൻ നല്ല ടൈറ്റിൽ കൊടുത്തു, നല്ല ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, നല്ല തംബ്നെയിലൊക്കെ കൊടുത്തു, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് വ്യൂസ് ഇല്ല? അവര് തംബ്നെയിൽ മോശമാണ്, ടൈറ്റിൽ മോശമാണ്, ഡിസ്ക്രിപ്ഷൻ മോശമാണ്, എന്നിട്ടും നല്ല വ്യൂസ് അവർക്ക് കിട്ടുന്നത്. അതിനൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, അവരെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കൂട്ടം അവർ അതിന് മുന്നേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവർക്ക് വരുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റെക്കമെൻഡേഷനിൽ അത്യാവശ്യം നല്ല വ്യൂസ് വരുന്നുണ്ടായിരിക്കും. ഈ ഒരു സംഭവം നമ്മുടെ ചാനലിൽ വർക്ക് ആകുന്നുണ്ടായിരിക്കില്ല. കാരണം നമ്മൾ ചാനൽ തുടങ്ങിയ ആളാണ്, നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ വാങ്ങിച്ചെടുത്തതായിരിക്കാം, സബ് ഫോർ സബ് ചെയ്യിപ്പിച്ചതായിരിക്കാം. അങ്ങനെ പല പ്രതികൂല
കാരണങ്ങളും നമുക്കുണ്ടായിരിക്കും. പക്ഷെ അപ്പുറത്തുള്ള ആൾ ഓർഗാനിക് ആയിട്ട് വന്ന റീച്ച് ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിനെ പല രീതിയിലുള്ള കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ചാനലിലെ ട്രാഫിക്, നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ്, നമ്മൾ എന്ത് തരം വീഡിയോസ് ചെയ്യുന്നത്, ഇത് എല്ലതും കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിലെ റീച്ചിനെ ബാധിക്കുന്നത്. അപ്പൊ അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല, മറ്റുള്ളവരുടെ വൈറൽ ആകുന്നുണ്ട്, മറ്റുള്ളവരുടെ റീച്ച് ആകുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചാനൽ റീച്ച് ആകേണ്ട ആ ഒരു സമയത്ത് ഒരുപക്ഷെ അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ചാനൽ ഉയർന്നു വരുന്നതാണ്. അപ്പൊ ആരും ടെൻഷൻ അടിച്ചിട്ട് വീഡിയോസ് ചെയ്യാതിരിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ചാനല് ഉയർന്നു വരും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.